നെക്സ്റ്റ് ഹോമോജീനിയസ് ഇക്വേഷൻ ആണ്. അപ്പോൾ നമ്മൾ പറഞ്ഞായിരുന്നു ഇക്വേഷൻ 4 ഫോമിലാണ് നമുക്ക് ഇതിനകത്തോട്ട് പഠിക്കാനുള്ളത്. ഒന്ന് ഇക്വേഷൻസ് വെയർ വേരിയബിൾസ് ആർ സെപ്പറബിൾ, രണ്ടാമത്തെ ഹോമോജീനിയസ് ഇക്വേഷൻ, അടുത്തത് ലീനിയർ ഇക്വേഷൻ, അത് കഴിഞ്ഞ് എക്സാക്ട് ഇക്വേഷൻ. അപ്പോൾ നമ്മൾ ആദ്യം നോക്കിയത് വേരിയബിൾ സെപ്പറബിൾ ഇക്വേഷൻസ് ആണ്, അതായത് എക്സ് എല്ലാം ഒരു സൈഡിലും വൈ എല്ലാം ഒരു സൈഡിലും ആക്കി. നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് ഹോമോജീനിയസ് ഇക്വേഷൻ ആണ്. അപ്പോൾ ഹോമോജീനിയസ് ഇക്വേഷൻ്റെ ജനറൽ ഫോം ആണ് ആദ്യം പറയുന്നത്. ദേ ആർ ഓഫ് ദ ഫോം dy by dx is equal to f of xy by phi of xy. എഫ് ഓഫ് എക്സ് വൈയും ഫൈ ഓഫ് എക്സ് വൈ എന്ന് പറയുന്നത് എക്സിനും വൈയിലുള്ള രണ്ട് ഫംഗ്ഷൻസ് ആയിരിക്കും. ഇനി അവർ ഹോമോജീനിയസും കൂടി ആയിരിക്കും. ആ ഫംഗ്ഷൻസിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് അവർ ഹോമോജീനിയസ് ഫംഗ്ഷൻസ് ആയിരിക്കും ഓഫ് സെയിം ഡിഗ്രി ഇൻ എക്സ് ആൻഡ് വൈ. അപ്പോൾ ഇനി ഹോമോജീനിയസ് ഇക്വേഷൻ ആണെന്നുണ്ടെങ്കിൽ ഈ ഇക്വേഷൻസിന് സോൾവ് ചെയ്യാനായിട്ട് സ്റ്റെപ്പ് ഉണ്ട്. ഈ സ്റ്റെപ്പ് ഫോളോ ചെയ്തിട്ടാണ് നമ്മൾ ഇക്വേഷൻസ് സോൾവ് ചെയ്യുന്നത്. അപ്പം dy by dx എന്നാണ് ഇക്വേഷൻ വരുന്നതെങ്കിൽ നമ്മൾ വൈക്ക് വി എക്സ് എന്ന് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുക. ഒന്നും കൂടി dy by dx എന്നാണ് ഇക്വേഷൻ വരുന്നതെങ്കിൽ ആദ്യം ഹോമോജീനിയസ് ആണോ നമ്മൾ ചെക്ക് ചെയ്യാതെ പ്രോബ്ലം വരുമ്പോൾ പറയാം. ഇനി ഹോമോജീനിയസ് ആണോ എന്ന് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ dy by dx ആണെന്നുണ്ടെങ്കിൽ വൈക്ക് വി എക്സ് എന്ന് പറയുന്ന സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുക. ഇനി അപ്പോൾ y ഈസ് ഈക്വൽ ടു വി എക്സ് എന്ന് പറയുന്ന സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുന്നു. ഇനി നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്യുക വിത്ത് റെസ്പെക്ട് ടു എക്സ്. ഡിഫറൻഷിയേറ്റിംഗ് വിത്ത് റെസ്പെക്ട് ടു എക്സ്. അപ്പോൾ വൈയുടേത് dy by dx. റൈറ്റ് സൈഡ് ഡെറിവേറ്റീവ് എടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പ്രോഡക്റ്റ് റൂളിലാണ് ഡെറിവേറ്റീവ് എടുക്കുന്നത്. അപ്പോൾ യു ഡാഷ് വിൻ്റെ ഡെറിവേറ്റീവ് dy by dx, യു ഡാഷ് ഇൻറ്റു വി പ്ലസ് യു ഇൻറ്റു വി ഡാഷ് എക്സിൻ്റെ ഡെറിവേറ്റീവ് 1. അപ്പോൾ dy by dx ഈസ് ഈക്വൽ ടു എക്സ് ഇൻറ്റു dv by dx പ്ലസ് വി, അഥവാ വി പ്ലസ് എക്സ് ഇൻറ്റു ഡി വി ബൈ ഡി എക്സ്. ഇതിങ്ങനെ ചെയ്ത് കണ്ടുപിടിക്കണം എന്നില്ല, ഡയറക്റ്റ് കാണാതെ പഠിച്ചാൽ മതി. അപ്പോൾ നമുക്ക് തന്നിരിക്കുന്ന ഹോമോജീനിയസ് dy by dx ഈക്വൽ ടു എന്ന് പറയുന്ന ഫംഗ്ഷൻ ആണെന്നുണ്ടെങ്കിൽ വൈന് വി എക്സ് എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, dy by dxന് പകരം വി പ്ലസ് എക്സ് ഇൻറ്റു ഡി വി ബൈ ഡി എക്സ് എന്ന്. ഇങ്ങനെയാണ് ആ ഇക്വേഷൻ കിട്ടിയത്. ബോത്ത് സൈഡ് വിത്ത് റെസ്പെക്ട് ടു എക്സിന് ഡെറിവേറ്റീവ് എടുത്തിട്ടാണ്. ഇല്ലാന്നുണ്ടെങ്കിൽ ഈ ഫോമിൽ അങ്ങ് കാണാതെ പഠിച്ചാൽ മതിയാവും. ഇനി നമുക്ക് പ്രോബ്ലത്തിലോട്ട് പോവാം. ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്: സോൾവ് എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ ഇൻറ്റു ഡി എക്സ് മൈനസ് എക്സ് ബൈ ഡി വൈ ഈക്വൽ ടു 0. അപ്പോൾ തന്നിരിക്കുന്ന ഇക്വേഷൻ അത് അറേഞ്ച് ചെയ്യുക. എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ ഇൻറ്റു ഡി എക്സ് ഈക്വൽ ടു മൈനസ് ടേം അപ്പുറം വരുമ്പോൾ പോസിറ്റീവ് ആവും, എക്സ് വൈ ഇൻറ്റു ഡി വൈ. ഇനി ഇവിടെ നിന്ന് dy by dxന് ഒരു ഇക്വേഷൻ ഉണ്ടാക്കുക. ഡി എക്സിന് ഇങ്ങ് കൊണ്ടുവരിക, എക്സ് വൈന് ഇങ്ങ് കൊണ്ടുവരിക. അപ്പോൾ എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ ബൈ എക്സ് വൈ, ഇതാണ് നമ്മുടെ ഇക്വേഷൻ. ഇത് ഹോമോജീനിയസ് ആണോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ തന്നിരിക്കുന്ന, അതായത് റൈറ്റ് സൈഡ് തന്നിരിക്കുന്ന ഫംഗ്ഷൻ എന്ന് പറയുന്നത് എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ ബൈ എക്സ് വൈ എന്നാണ് തന്നിരിക്കുന്നത്. അതായത് എഫ് ഓഫ് എക്സ് വൈ, എഫ് എന്ന് പറയുന്ന ഫംഗ്ഷൻ എക്സിലും വൈയിലുമാണ്. ഇനി നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഹോമോജീനിയസ് ആണോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് തന്നിരിക്കുന്ന എക്സിന് പകരം ലാംഡ എക്സും വൈക്ക് പകരം ലാംഡ വൈയും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ ഇക്വേഷൻ എങ്ങനെ മാറും? ലാംഡ എക്സ് ദ ഹോൾ സ്ക്വയർ മൈനസ് വൈക്ക് പകരം ലാംഡ വൈ ദ ഹോൾ സ്ക്വയർ ബൈ എക്സിന് പകരം ലാംഡ എക്സ്, വൈക്ക് പകരം ലാംഡ വൈ ഈക്വൽ ടു ഇവിടെ ലാംഡ സ്ക്വയർ എക്സ് സ്ക്വയർ മൈനസ് ലാംഡ സ്ക്വയർ വൈ സ്ക്വയർ. ഇവിടെ രണ്ട് ലാംഡ ഉണ്ട്, ലാംഡ ഇൻറ്റു ലാംഡ, ലാംഡ സ്ക്വയർ, പിന്നെ ഉള്ളത് എക്സ് വൈ. ഇനി ന്യൂമറേറ്ററിൽ നിന്ന് നമുക്കൊരു ലാംഡ സ്ക്വയർ കോമൺ എടുക്കാം. കോമൺ എടുത്ത് കഴിയുമ്പോൾ പിന്നെ ഇവിടെ ഉള്ളത് എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ ബൈ ലാംഡ സ്ക്വയർ ഇൻറ്റു എക്സ് വൈ. അപ്പോൾ ലാംഡ സ്ക്വയർ ക്യാൻസൽ ചെയ്ത് പോയിട്ട് എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ ബൈ എക്സ് വൈ എന്ന് കിട്ടും. അതായത് ലാംഡ എഫ് ഓഫ് എക്സിൻ്റെ സ്ഥാനത്ത് ലാംഡ എക്സും ലാംഡ വൈയും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തപ്പോൾ തിരിച്ച് നമുക്ക് എന്ത് തന്നെ കിട്ടി? എഫ് ഓഫ് എക്സ് വൈ തന്നെ കിട്ടി. അതായത് ഇവിടെ ലാംഡ റൈസ് ടു 0. ഇത് ഹോമോജീനിയസ് ഫംഗ്ഷൻ ഓഫ് ഡിഗ്രി 0 എന്നാണ് നമ്മൾ പറയാറ്. അപ്പോൾ ഇത് ഹോമോജീനിയസ് ആണെന്ന് മനസ്സിലായി. അപ്പോൾ ഹോമോജീനിയസ് ആയി കഴിഞ്ഞാൽ നമ്മൾ പഠിച്ച സ്റ്റെപ്പ് അനുസരിച്ച് dy by dx ആണ് വരുന്നതെങ്കിൽ പുട്ട് y ഈസ് ഈക്വൽ ടു വി എക്സും dy by dxന് പകരം എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക? വി പ്ലസ് എക്സ് ഇൻറ്റു ഡി വി ബൈ ഡി എക്സ് എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. നേരെ നമുക്ക് തന്നിരിക്കുന്ന ഇക്വേഷനകത്തോട്ട് ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. ഈ ഇക്വേഷൻ നമ്പർ 1 എന്ന് പറയുന്നത് ഹോമോജീനിയസ് ആണ് ഇൻ എക്സ് വൈ. സോ നമ്മുടെ ഇക്വേഷൻ എങ്ങനെ മാറും? വി പ്ലസ് എക്സ് ഇൻറ്റു ഡി വി ബൈ ഡി എക്സ് ഈസ് ഈക്വൽ ടു തന്നിരിക്കുന്നതിൽ എക്സ് സ്ക്വയർ മൈനസ് വൈക്ക് പകരം എന്ത് കൊടുക്കുക? വി. അപ്പോൾ വി എക്സ് ദ ഹോൾ സ്ക്വയർ ബൈ എക്സ് ഇൻറ്റു വൈക്ക് പകരം വി എക്സ്. അപ്പം വി പ്ലസ് എക്സ് ഇൻറ്റു ഡി വി ബൈ ഡി എക്സ് ഈസ് ഈക്വൽ ടു എക്സ് സ്ക്വയർ മൈനസ് ഈ സ്ക്വയർ രണ്ടു പേർക്കായിട്ട് കൊടുക്കുക. അപ്പോൾ വി സ്ക്വയർ എക്സ് സ്ക്വയർ ബൈ എക്സ് ഇൻറ്റു വി എക്സ്. അല്ലെങ്കിൽ ഇവിടുത്തെ എക്സും എക്സും കൂടെ ചേർന്നിട്ട് അതെന്താവും? എക്സ് സ്ക്വയർ ആയിട്ട് മാറും. ഇനി ന്യൂമറേറ്ററിൽ നമുക്കൊരു എക്സ് സ്ക്വയർ കോമൺ എടുക്കാം. അപ്പോൾ 1 മൈനസ് വി സ്ക്വയർ ബൈ എക്സ് സ്ക്വയർ വരും. എക്സ് സ്ക്വയർ ഇവിടെ വി ഇവിടെ ഉണ്ട്. അപ്പോൾ എക്സ് സ്ക്വയർ ഇൻറ്റു വി, എക്സ് സ്ക്വയറും ക്യാൻസൽ ചെയ്ത് പോകും. ഇവിടെ ഉള്ളത് വി പ്ലസ് എക്സ് ഇൻറ്റു ഡി വി ബൈ ഡി എക്സ്. അപ്പോൾ വി പ്ലസ് എക്സ് ഇൻറ്റു ഡി വി ബൈ ഡി എക്സ് ഈസ് ഈക്വൽ ടു
നമുക്കിവിടെ വിനെ രണ്ട് ഡിനോമിനേറ്റേഴ്സിനെ സ്പ്ലിറ്റ് ചെയ്ത് കൊടുക്കുക. 1/v മൈനസ് വി സ്ക്വയർ ബൈ വി, രണ്ട് പേർക്കായിട്ട് ഡിനോമിനേറ്ററിനെ സ്പ്ലിറ്റ് ചെയ്തു. അപ്പോൾ ഇവിടെ നിന്ന് ഇനി വിയും വി സ്ക്വയറും കൂടെ പോയിട്ട് വി മാത്രം. സോ ബാക്കി വി പ്ലസ് എക്സ് ഇൻറ്റു ഡി വി ബൈ ഡി എക്സ് ഈസ് ഈക്വൽ ടു 1/v മൈനസ് ഇവിടെ നിന്ന് ക്യാൻസൽ ചെയ്ത് പോയിട്ടൊരു വി ബാലൻസ് വരും. അപ്പോൾ എക്സ് ഇൻറ്റു ഡി വി ബൈ ഡി എക്സ് ഈസ് ഈക്വൽ ടു 1/v മൈനസ് വി, ഇവിടെ നിന്നൊരു പ്ലസ് വി അപ്പുറം പോകുമ്പോൾ മൈനസ് വി. സോ എക്സ് ഇൻറ്റു ഡി വി ബൈ ഡി എക്സ് ഈസ് ഈക്വൽ ടു 1/v മൈനസ് 2v എന്ന് വരും. ഇനി ഇവിടെ LCM എടുക്കുക. അപ്പോൾ എക്സ് ഇൻറ്റു ഡി വി ബൈ ഡി എക്സ് ഈസ് ഈക്വൽ ടു 1 മൈനസ് 2v സ്ക്വയർ ബൈ വി എന്ന് വരും. ഇനി നമുക്കിതിനെ വേരിയബിൾ സെപ്പറബിൾ ആക്കണം. ഏത് ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആയാലും ലാസ്റ്റ് നമ്മൾ വേരിയബിൾ സെപ്പറബിളിലോട്ട് കൊണ്ടുവന്നിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ ഇനിയിപ്പോൾ നമ്മുടെ കയ്യിൽ ഉള്ളതിൽ നിന്ന് ഡി വി മുകളിലുള്ളതുകൊണ്ട് വി എല്ലാം ലെഫ്റ്റിലും ഡി എക്സ് ഡിനോമിനേറ്ററിലായതുകൊണ്ട് അയാൾ റൈറ്റിലോട്ടും കൊണ്ടുപോകും. അപ്പോൾ വി ബൈ 1 മൈനസ് 2v സ്ക്വയർ ഇൻറ്റു ഡി വി ഈസ് ഈക്വൽ ടു 1/x ഡി എക്സ്. വി ബൈ 1 മൈനസ് 2v സ്ക്വയർ ഇൻറ്റു ഡി വി എന്ന് പറയുന്നത് 1/x ഡി എക്സ്. അറേഞ്ച് ചെയ്തു. വി എല്ലാം ഒരു സൈഡിലുമായി, എക്സ് എല്ലാം മറ്റൊരു സൈഡിലുമായി. അപ്പോൾ ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഇൻ്റഗ്രേറ്റിംഗ് ഓൺ ബോത്ത് സൈഡ്, രണ്ട് വശത്തും ഇൻ്റഗ്രേറ്റ് ചെയ്യാം. ഇൻ്റഗ്രേറ്റിംഗ് ഓൺ ബോത്ത് സൈഡ്. അപ്പം വി ബൈ 1 മൈനസ് 2v സ്ക്വയർ ഇൻ്റഗ്രൽ ഡി വി ഈക്വൽ ടു ഇൻ്റഗ്രൽ 1/x ഡി എക്സ്. അപ്പോൾ ഇനി ഈ ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുക. പുട്ട് ടി ഈസ് ഈക്വൽ ടു 1 മൈനസ് 2v സ്ക്വയർ. അപ്പോൾ ഡി ടി എന്ന് പറയുന്നത് 1ൻ്റെ ഡെറിവേറ്റീവ് 0 ആണ്, മൈനസ് 2 കോൺസ്റ്റൻറ്റ്, വി സ്ക്വയറിൻ്റെത് 2v ഡി വി. അപ്പോൾ ഡി ടി എന്ന് പറയുന്നത് മൈനസ് 4 ഇൻറ്റു വി ഡി വി. ഇവിടെ നിന്ന് വി ഡി വിക്ക് പകരം ഡി ടി ബൈ മൈനസ് 4 ഈക്വൽ ടു വി ഡി വി. അതായത് നമുക്കിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ വേണ്ടി വി ഡി വി ഉണ്ട്. അപ്പോൾ വി ഡി വിക്ക് പകരം ഡി ടി ബൈ മൈനസ് 4 കൊടുക്കുക. അപ്പോൾ നമ്മുടെ ഇൻ്റഗ്രൽ എന്ന് പറയുന്നത് ഇൻ്റഗ്രൽ ഡി ടി ബൈ മൈനസ് 4 ബൈ ഇവിടെ നമുക്കുള്ളത് 1 മൈനസ് 2v സ്ക്വയർ. അതിനാണ് നമ്മൾ ടി എന്ന് പറയുന്ന സബ്സ്റ്റിറ്റ്യൂഷൻ പറഞ്ഞത്. അപ്പോൾ ടി ഈസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ 1/x ഡി എക്സ്. ഇനി ഇവിടെ നിന്ന് നമുക്ക് മൈനസ് 1/4നെ വെളിയിൽ ഇറക്കാം. ഇൻ്റഗ്രൽ ഡി ടി ബൈ ടി ഈക്വൽ ടു ഇൻ്റഗ്രൽ 1/x ഡി എക്സ്. അപ്പോൾ മൈനസ് 1/4 ഡി ടി ബൈ ടി എന്ന് പറയുന്നത് ലോഗ് ടി ഈക്വൽ ടു 1/x എന്ന് പറയുന്നത് ലോഗ് എക്സ് പ്ലസ് സി. ഇനി ടിക്ക് നമുക്ക് തിരിച്ച് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കണം. നമ്മളാണ് ടി എന്ന് പറയുന്ന സബ്സ്റ്റിറ്റ്യൂഷൻ കൊണ്ടത്. അപ്പോൾ ലോഗ് ഇൻറ്റു ടിക്ക് വരെ 1 മൈനസ് 2v സ്ക്വയർ ഈക്വൽ ടു ലോഗ് എക്സ് പ്ലസ് സി. ഇനി അടുത്ത സ്റ്റെപ്പിൽ നമുക്ക് ഈ 4നെ ഇപ്പുറത്തോട്ട് കൊണ്ടുവരാം. അപ്പോൾ മൈനസ് ഓഫ് ലോഗ് 1 മൈനസ് 2v സ്ക്വയർ ഈസ് ഈക്വൽ ടു 4 ഇപ്പുറം വരുമ്പോൾ 4 ലോഗ് എക്സ് പ്ലസ് 4c എന്ന് വരും. ഇനി മൈനസിനെയും കൂടെ നമുക്ക് ഇപ്പുറത്തോട്ട് കൊണ്ടുവരാം. അപ്പോൾ അല്ലെങ്കിൽ നമുക്ക് ഈ മൈനസ് ടേമിനെ ഇപ്പുറത്തോട്ട് കൊണ്ടുവരാം. ഇനി ലോഗിൻ്റെ 1-2 ഫോർമുലാസ് അറിയണം. അതായത് ലോഗ് എ റൈസ് ടു എൻ എന്ന് പറയുന്നത് എൻ ലോഗ് എ ആണ്. എന്ന് പറഞ്ഞാൽ ലോഗിൻ്റെ മുമ്പിൽ ഒരു നമ്പർ ഉണ്ടെങ്കിൽ അതിന് എന്ത് ചെയ്യാം? എയുടെ പവറായിട്ട് കൊടുക്കുക. അപ്പോൾ ഇവിടെ ലോഗിൻ്റെ മുമ്പിൽ കിടക്കുന്ന 4നെ എക്സിൻ്റെ പവറായിട്ട് കൊടുക്കുക. അപ്പോൾ ലോഗ് എക്സ് റൈസ് ടു 4, ഈ മൈനസ് ടേം അപ്പുറം പോകുമ്പോൾ പ്ലസ് ടേം ആവും. അപ്പോൾ പ്ലസ് ലോഗ് 1 മൈനസ് 2v സ്ക്വയർ പ്ലസ് 4c ഈക്വൽ ടു 0 ഈക്വൽ ടു ലോഗ് ഓക്കെ. അടുത്ത് ലോഗ് എ പ്ലസ് ലോഗ് ബി എന്ന് പറയുന്നത് ലോഗ് എ ഇൻറ്റു ബി ആണ്. ലോഗ് എ പ്ലസ് ലോഗ് ബി എന്ന് പറയുന്നത് ലോഗ് എ ഇൻറ്റു ബി. അപ്പോൾ ഇവിടെ ലോഗ് എ പ്ലസ് ലോഗ് ബി, ഇത് എയും ഇത് ബി. അപ്പോൾ ലോഗ് എ ഇൻറ്റു ബി 1 മൈനസ് 2v സ്ക്വയർ. ഈ പ്ലസ് 4c അപ്പുറം കൊണ്ടുപോയിട്ട് നമുക്ക് മൈനസ് 4c കൂടി ആക്കാം. എന്നിട്ട് അടുത്ത സ്റ്റെപ്പിൽ നമ്മൾ എക്സ്പൊണൻഷ്യൽ എടുക്കുന്നു. അതായത് ഓക്കെ, അടുത്ത ലോഗ് എക്സ് റൈസിൽ ഒന്നുകൂടെ നമുക്കിത് അറേഞ്ച് ചെയ്യാം. 1 മൈനസ് 2v സ്ക്വയർ ഈക്വൽ ടു മൈനസ് 4c ഒരു കോൺസ്റ്റൻ്റ് ആണ്. അതിന് വേറൊരു പേര് സി ഡാഷ് എന്ന് കൊടുത്തു. വേർ സി ഡാഷ് എന്ന് പറയുന്നത് മൈനസ് 4c. അത് കോൺസ്റ്റൻ്റ് ആയതുകൊണ്ട് നമുക്ക് മാറ്റി മാറ്റി കൊടുക്കുന്നതിൽ തെറ്റില്ല. ഇനി നമ്മൾ അടുത്ത് ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ ലോഗ് മാറാൻ വേണ്ടിയിട്ട് എക്സ്പൊണൻഷ്യൽ എടുക്കുന്നു. ടേക്കിംഗ് എക്സ്പൊണൻഷ്യൽ ഓൺ ബോത്ത് സൈഡ്. ലോഗ് മാറാൻ വേണ്ടിയിട്ടാണ് എക്സ്പൊണൻഷ്യൽ എടുക്കുന്നത്. അപ്പോൾ ഇ റൈസ് ടു ലോഗ് എക്സ് റൈസ് ടു 4 ഇൻറ്റു 1 മൈനസ് 2v സ്ക്വയർ ഈസ് ഈക്വൽ ടു ഇ റൈസ് ടു സി ഡാഷ് എന്ന് വരും. ഇനി അടുത്ത ലോഗിൻ്റെ പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ ഇ റൈസ് ടു ലോഗ് എക്സ് എന്ന് പറയുന്നത് ഈയും ലോഗും കൂടെ വന്നാൽ ഈ ലോഗ് പോയിട്ട് എക്സ് ആണ് കിട്ടുന്നത്. അപ്പോൾ ഇവിടെ നിന്ന് ഈ ലോഗും പോയിട്ട് എക്സ് റൈസ് ടു 4 ഇൻറ്റു 1 മൈനസ് 2v സ്ക്വയർ ഈക്വൽ ടു ഇ റൈസ് ടു സി ഡാഷ് അഗെയിൻ ഒരു കോൺസ്റ്റൻ്റ് ആണ്. അയാളെ പിന്നെ നമുക്ക് സി ഡബിൾ ഡാഷ് എന്ന് കൊടുക്കുക. വേർ സി ഡബിൾ ഡാഷ് ഈസ് ഈക്വൽ ടു ഇ റൈസ് ടു സി ഡാഷ്.
ഇനി നമ്മൾ y is equal to vx എന്നാണ് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്തത്. അപ്പോൾ തിരിച്ച് വിന് പകരം y by x എന്ന് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുക. അപ്പോൾ x raised to 4 into 1 minus 2 into വിന് പകരം y by x the whole square equal to c double dash. അതായത് x raised to 4 into 1 minus 2 y square by x square is equal to c double dash which is the required solution. ഇതാണ് നമ്മുടെ ജനറൽ സൊല്യൂഷൻ. നെക്സ്റ്റ് പ്രോബ്ലം സോൾവ് minus x tan y by x plus y into 6 square y by x dx minus x 6 square y by x dy equal to 0. അപ്പോൾ നമുക്ക് ആദ്യം തന്നിരിക്കുന്ന ഇക്വേഷൻ ഒന്ന് റീഅറേഞ്ച് ചെയ്യുക. റീഅറേഞ്ചിന് വേണ്ടിയിട്ട് ഇതിനെ നമുക്ക് മൈനസ് എക്സ് ടാൻ വൈ ബൈ എക്സ് പ്ലസ് വൈ 6 സ്ക്വയർ വൈ ബൈ എക്സ് ഡി എക്സ് ഇസ് ഈക്വൽ ടു ഈ മൈനസ് ടേമിന് അപ്പുറം കൊണ്ടുപോയി പോസിറ്റീവ് ആക്കുക. അപ്പോൾ എക്സ് 6 സ്ക്വയർ വൈ ബൈ എക്സ് ഡി വൈ എന്ന് കിട്ടും. ഇനി ഡി വൈ ബൈ ഡി എക്സ് കിട്ടാൻ വേണ്ടിയിട്ട് ഡി വൈ ബൈ ഡി എക്സ് ഇസ് ഈക്വൽ ടു ഇപ്പോൾ ഡി എക്സിനെ ഇങ്ങോട്ടും കൊണ്ടുവരിക, ഇതിന് ഇങ്ങോട്ടും കൊണ്ടുവരിക. അപ്പോൾ മൈനസ് എക്സ് ടാൻ വൈ ബൈ എക്സ് പ്ലസ് വൈ 6 സ്ക്വയർ വൈ ബൈ എക്സ് ബൈ എക്സ് ഇൻറ്റു 6 സ്ക്വയർ വൈ ബൈ എക്സ്. ഇനി ഇത് ഹോമോജീനിയസ് ഇക്വേഷൻ തന്നെയാണ്, അല്ലെങ്കിൽ വൈ ബൈ എക്സ് എന്നൊക്കെ വരുന്ന ഇക്വേഷൻസ് മിക്കവാറും ഹോമോജീനിയസ് തന്നെയായിരിക്കും. അത് ഹോമോജീനിയസ് രീതിയിൽ ചെയ്താൽ മതി. അപ്പോൾ ഇതിപ്പോൾ ഹോമോജീനിയസ് ഇക്വേഷനായി. ഹോമോജീനിയസ് ഇക്വേഷൻ വൈ ബൈ എക്സ് എന്നാണ് വരുന്നതെങ്കിൽ നമ്മൾ എന്ത് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുക? വൈ ഈക്വൽ ടു വി എക്സ് എന്ന് പറയുന്ന സബ്സ്റ്റിറ്റ്യൂഷനാണ് കൊടുക്കേണ്ടത്. അപ്പോൾ ഇതിനെ നമുക്കൊന്നും കൂടെ ഒന്ന് റീഅറേഞ്ച് ചെയ്യാം. റീഅറേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഒന്നാമത്തെ സ്റ്റെപ്പ് ഇവിടെ നമുക്ക് ഡിനോമിനേറ്റേഴ്സ് സ്പ്ലിറ്റ് ചെയ്യുക. അപ്പോൾ മൈനസ് എക്സ് ടാൻ വൈ ബൈ എക്സ് ബൈ എക്സ് ഇൻറ്റു 6 സ്ക്വയർ വൈ ബൈ എക്സ് പ്ലസ് വൈ 6 സ്ക്വയർ വൈ ബൈ എക്സ് ബൈ എക്സ് ഇൻറ്റു 6 സ്ക്വയർ വൈ ബൈ എക്സ്. അപ്പോൾ ഇവിടുന്ന് 6 സ്ക്വയർ വൈ ബൈ എക്സ് 6 സ്ക്വയർ വൈ ബൈ എക്സ് നമുക്ക് ക്യാൻസൽ ചെയ്യാം. അതുപോലെ ഒന്നാമത്തെ ടേമിൽ നിന്ന് എക്സും എക്സും ക്യാൻസൽ ചെയ്യാം. പിന്നെ ഉള്ളത് മൈനസ് ടാൻ വൈ ബൈ എക്സ് ബൈ 6 സ്ക്വയർ വൈ ബൈ എക്സ് പ്ലസ് പിന്നെ ഇവിടെ ഉള്ളത് വൈ ബൈ എക്സ് ഡി വൈ ബൈ ഡി എക്സ്. അപ്പോൾ ഇതൊന്നും കൂടെ ഒന്ന് റെഡ്യൂസായി. ഇനി നമുക്ക് കൊടുക്കേണ്ടത് പുട്ട് വി ഈസ് ഈക്വൽ ടു വൈ ഈസ് ഈക്വൽ ടു വി എക്സും ഡി വൈ ബൈ ഡി എക്സ് ഈസ് ഈക്വൽ ടു എക്സ് ഇൻറ്റു ഡി വി ബൈ ഡി എക്സ് പ്ലസ് ബി. അപ്പോൾ ഇതാണ് നമ്മുടെ ഇക്വേഷൻ നമ്പർ 1. ഇതിനകത്തോട്ട് നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ ഇക്വേഷൻ നമ്പർ 1 എങ്ങനെ മാറും? ഡി വൈ ബൈ ഡി എക്സിന് പകരം എക്സ് ഇൻറ്റു ഡി വി ബൈ ഡി എക്സ് പ്ലസ് ബി ഈക്വൽ ടു മൈനസ് ടാൻ വൈക്ക് പകരം വി എക്സ് ബൈ എക്സ് ബൈ 6 സ്ക്വയർ വൈക്ക് പകരം വി എക്സ് ബൈ എക്സ് പ്ലസ് വൈ ബൈ എക്സിന് പകരം ഇവിടെ നിന്ന് നമുക്ക് വൈ ബൈ എക്സ് എന്ത് കിട്ടും? വി എന്ന് കിട്ടും. വി. അപ്പോൾ ഇവിടെ നിന്ന് പ്ലസ് വിയും പ്ലസ് വി ഈക്വൽ ടു അപ്പുറമുള്ള പ്ലസ് വി ക്യാൻസൽ ചെയ്ത് പോകും. പിന്നെ ഉള്ളത് എക്സ് ഇൻറ്റു ഡി വി ബൈ ഡി എക്സ് ഈസ് ഈക്വൽ ടു ഇതിനകത്ത് നിന്ന് എക്സ് എക്സ് ഇതിനകത്ത് നിന്ന് എക്സ് എക്സ് ക്യാൻസൽ ചെയ്യുക. മൈനസ് ടാൻ വി ബൈ 6 സ്ക്വയർ വി. ഇനി നമുക്ക് വേരിയബിൾ സെപ്പറബിൾ ആക്കണം. ഡി വി ഇവിടെയാണ് ന്യൂമറേറ്റർ കിടക്കുന്നത്. അപ്പോൾ ഇയാൾ അങ്ങോട്ട് കൊണ്ടുപോവുക. അപ്പോൾ 6 സ്ക്വയർ വി ബൈ ടാൻ വി ഡി വി ഈക്വൽ ടു മൈനസിനെയും കൂടെ കൊണ്ടുപോകാം. പിന്നെ ഉള്ളത് എക്സിന് ഇപ്പുറത്തോട്ട് കൊണ്ടുവരുമ്പോൾ 1 ബൈ എക്സ് ഡി എക്സ്. അടുത്ത സ്റ്റെപ്പിൽ എന്ത് ചെയ്യുക? ഇൻ്റഗ്രേറ്റിംഗ് ഓൺ ബോത്ത് സൈഡ്. ഇൻ്റഗ്രേറ്റിംഗ് ഓൺ ബോത്ത് സൈഡ്. അപ്പോൾ ഇൻ്റഗ്രൽ മൈനസ് 6 സ്ക്വയർ വി ബൈ ടാൻ വി ഡി വി ഈക്വൽ ടു ഇൻ്റഗ്രൽ 1 ബൈ എക്സ് ഡി എക്സ്. ഇനി ഇൻ്റഗ്രലിലൊരു റിസൾട്ട് ഉള്ളത് ഇൻ്റഗ്രൽ എഫ് ഡാഷ് ഓഫ് എക്സ് ബൈ എഫ് ഓഫ് എക്സ് ഡി എക്സ് എന്ന് പറയുന്നത് ലോഗ് മോഡ് എഫ് ഓഫ് എക്സ് പ്ലസ് സി ആയിരിക്കും. അതായത് ഡിനോമിനേറ്ററിൻ്റെ ഡെറിവേറ്റീവാണ് ന്യൂമറേറ്ററിൽ കിടക്കുന്നതെങ്കിൽ ഡയറക്റ്റ് റിസൾട്ട് എന്ത് എഴുതാം? ലോഗ് ഡിനോമിനേറ്ററിനെ എഴുതാം. അപ്പോൾ നോക്കൂ, ഇവിടെ തന്നിരിക്കുന്നത് ടാൻ വിൻ്റെ ഡെറിവേറ്റീവാണ് 6 സ്ക്വയർ വി. അതായത് ഡിനോമിനേറ്ററിൻ്റെ ഡെറിവേറ്റീവാണ് ന്യൂമറേറ്ററിലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? മൈനസ് ഇവിടെയുള്ള കോൺസ്റ്റൻറ്റ് വെളിയിലിടുക. ലോഗ് ഡിനോമിനേറ്റർ. അപ്പോൾ ലോഗ് ടാൻ വി ഈക്വൽ ടു 1 ബൈ എക്സിൻ്റെത് ലോഗ് എക്സ്. അപ്പോൾ ഇങ്ങനെ ലോഗ് രണ്ട് സൈഡിൽ ലോഗ് വരുമ്പോൾ നമ്മൾ കോൺസ്റ്റൻറ്റ് ഇൻ്റഗ്രേഷൻ കോൺസ്റ്റൻറ്റും ലോഗിൽ തന്നെ കൊടുക്കും. അതായത് ലോഗ് സി. ഇനിയിപ്പോൾ നമുക്ക് ഇവിടെ നീ മൈനസിന് ഇപ്പുറത്തോട്ട് കൊണ്ടുവരാം. അപ്പോൾ ലോഗ് എക്സ് പ്ലസ് ലോഗ് ടാൻ വി ഈസ് ഈക്വൽ ടു ലോഗ് സീനെ ഇപ്പുറത്തോട്ട് കൊണ്ടുവന്ന് മൈനസ് ലോഗ് സി ആക്കും. കാരണം മൈനസ് ലോഗ് സി ഒരു കോൺസ്റ്റൻ്റ് ആയതുകൊണ്ട് മൈനസ് കിടന്നാലും കുഴപ്പമൊന്നുമില്ല. ഇനി ഈ സൈഡ് ലോഗ് എ പ്ലസ് ലോഗ് ബി ആണ്. ലോഗ് എ പ്ലസ് ലോഗ് ബി എന്ന് പറയുന്നത് ലോഗ് എ ഇൻറ്റു ബി. അപ്പം ലോഗ് എക്സ് പ്ലസ് ടാൻ വി ഈസ് ഈക്വൽ ടു ഇവിടെ നമുക്ക് ലോഗ് സി റൈസ് ടു -1. അതായത് അതെങ്ങനെ വന്നു? -1 ഇൻറ്റു ലോഗ് സി വരുമ്പോൾ ലോഗിൻ്റെ മുകളിലുള്ള ആളെ നമുക്ക് സീൻ്റെ പവർ ആയിട്ട് കൊടുക്കുക. അപ്പോൾ ലോഗ് സി റൈസ് ടു -1.
അടുത്ത സ്റ്റെപ്പിൽ രണ്ട് വശത്തു നിന്ന് ലോഗ് പോകുന്നത് എക്സ്പോണൻഷ്യൽ എടുക്കുമ്പോഴാണ്. ആ സ്റ്റെപ്പ് എഴുതണം എന്നില്ല. ലോഗ് പോയിട്ട് നമുക്ക് എക്സ് പ്ലസ് ടാൻ ബി ഈക്വൽ ടു c⁻⁻1 എന്ന് കിട്ടും. അതായത് എക്സ് പ്ലസ് അല്ല, എക്സ് ഇൻറ്റു ലോഗ് എ ഇൻറ്റു ആണ്. അപ്പോൾ എക്സ് ഇൻറ്റു ടാൻ ബി ഈസ് ഈക്വൽ ടു c⁻⁻1 ഒരു കോൺസ്റ്റൻ്റ് ആണ്. നമുക്ക് സി ഡാഷ് എന്ന് കൊടുക്കുക. വേറെ സി ഡാഷ് എന്ന് പറയുന്നത് സി ഇൻവേഴ്സ് എന്ന് കിട്ടും. ദെയർഫോർ എക്സ് ടാൻ ബിക്ക് പകരം തിരിച്ച് y/x സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, സി ഡാഷ് വിച്ച് ഇസ് ദ റിക്വയർഡ് സൊല്യൂഷൻ. ഇതാണ് അതിൻ്റെ ആൻസർ. ഓക്കെ, അടുത്ത് സോൾവ് ചെയ്യേണ്ടത് സോൾവ് 1 + e⁻x/y dx + e⁻x/y ഇൻറ്റു 1 - x/y dy. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ടത് നമുക്ക് തന്നിരിക്കുന്നത് x/y എന്നാണ് തന്നിരിക്കുന്നത്. അപ്പോൾ നേരത്തെ നമ്മൾ ചെയ്ത പ്രോബ്ലത്തിനകത്ത് ശ്രദ്ധിച്ചാലറിയാം y/x. അപ്പോൾ ഞാൻ പറഞ്ഞു y/x ആകുമ്പോൾ ഹോമോജീനിയസ് ആയിരിക്കുമെന്ന്. അതുപോലെ x/y വന്നാൽ ഹോമോജീനിയസ് ആയിരിക്കും. അപ്പോൾ നമ്മൾ ഇക്വേഷനെ റീഅറേഞ്ച് ചെയ്യേണ്ടത് dx/dy ഫോമിലാണ് റീഅറേഞ്ച് ചെയ്യേണ്ടത്. അപ്പോൾ ഇവിടെ നമുക്ക് 1 + e⁻x/y dx ഈസ് ഈക്വൽ ടു, ഇതിനെ നമുക്ക് റൈറ്റിലോട്ട് കൊണ്ടുപോകാം. റൈറ്റിലോട്ട് കൊണ്ടുപോകുമ്പോൾ e⁻x/y ഇൻറ്റു 1 - x/y, അടുത്ത് മൈനസ് വരും, dy. എന്നിട്ട് dx/dy ഈസ് ഈക്വൽ ടു dy ഇങ്ങ് കൊണ്ടുവരുമ്പോൾ e⁻x/y മൈനസ് ഇവിടെയാണ് മൈനസ്, സോറി, മൈനസ് e⁻x/y ഇൻറ്റു 1 - x/y ബൈ ഇയാളെ കൂടെ താഴോട്ട് ഇറക്കുക. അപ്പോൾ 1 + e⁻x/y എന്ന് കിട്ടും. ദിസ് ഈസ് ഇക്വേഷൻ നമ്പർ 1. ഹോമോജീനിയസ് ഇക്വേഷനാണ് dx/dy. അപ്പോൾ നേരത്തെ ഞാൻ പറഞ്ഞായിരുന്നു y dy/dx എന്നാണ് വരുന്നതെങ്കിൽ y ഈക്വൽ ടു vx എന്ന സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുക. dx/dy എന്നാണ് വരുന്നതെങ്കിൽ x ഈസ് ഈക്വൽ ടു vy എന്ന സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുക. അപ്പോൾ ഇങ്ങനെയാണ് ഹോമോജീനിയസിൻ്റെ സബ്സ്റ്റിറ്റ്യൂഷൻ വരുന്നത്. അപ്പോൾ നമ്മളിവിടെ പുട്ട് x ഈസ് ഈക്വൽ ടു vy വരും. ഡിഫറൻഷിയേറ്റിംഗ് ബോത്ത് സൈഡ് ചെയ്യുക. അപ്പോൾ dx/dy ഈസ് ഈക്വൽ ടു u ഡാഷ് dy ഇൻറ്റു v പ്ലസ് u ഇൻറ്റു v ഡാഷ് വിത്ത് റെസ്പെക്ട് ടു വൈക്ക് നമ്മൾ ബോത്ത് സൈഡ് ഡെറിവേറ്റീവ് എടുക്കുന്നു. അപ്പോൾ dx/dy ഈസ് ഈക്വൽ ടു 1 × v പ്ലസ് y ഇൻറ്റു dv/dy. ഇതാണ് നമ്മുടെ സബ്സ്റ്റിറ്റ്യൂഷൻ വരുന്നത്. അപ്പോൾ ഇക്വേഷൻ 1 എങ്ങനെ മാറും? ഇക്വേഷൻ 1ൽ dx/dyക്ക് പകരം v പ്ലസ് y ഇൻറ്റു dv/dy ഈക്വൽ ടു e⁻ മൈനസ് ഉണ്ട് x/y. ഇവിടെ നിന്ന് നമ്മൾ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്ത x ഈസ് ഈക്വൽ ടു vy എന്നാണ്. അപ്പോൾ x/y വരെ ആരെ കൊടുക്കുക? v. അപ്പോൾ e⁻v ഇൻറ്റു 1 - v/1 + e⁻v എന്ന് വരും. ഇനി അടുത്തിവിടെ നമുക്ക് ഈ പ്ലസ് വിനെ ഇപ്പുറത്തോട്ട് കൊണ്ടുവരാം. അപ്പോൾ y dv/dy ഈസ് ഈക്വൽ ടു -e⁻v ഇൻറ്റു 1 - v/1 + e⁻v - v. ഇനി ഇവിടെ നമുക്ക് LCM ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് ചെയ്യുക. ഈക്വൽ ടു അതോടൊപ്പം -e⁻v അകത്തും കൊടുക്കും. അപ്പോൾ -e⁻v ഈ മൈനസും കൂടെ പ്ലസ് ആവും. e⁻v മൈനസ് v ഇൻറ്റു 1 + e⁻v/v, സോറി 1 + e⁻v ഈക്വൽ ടു -e⁻v പ്ലസ് സോറി ഇതിന് ബ്രാക്കറ്റിനകത്തോട്ട് വരുമ്പോൾ v⁻v. നമുക്ക് v⁻v മൈനസ് അകത്തോട്ട് എടുക്കുമ്പോൾ -b മൈനസ് v⁻v/1 + e⁻v. അപ്പോൾ ഇവിടെ നമുക്ക് ക്യാൻസൽ ചെയ്ത് പോകുന്നത് -e⁻vയും v⁻vയും ക്യാൻസൽ ചെയ്ത് പോയിട്ട് -e⁻v മൈനസ് v/1 + e⁻v. ലെഫ്റ്റ് സൈഡിൽ നമുക്കുള്ളത് y ഇൻറ്റു dv/dy. അപ്പോൾ ഇപ്പോൾ നമുക്ക് കിട്ടിയ ഇക്വേഷൻ എന്ന് പറയുന്നത് y ഇൻറ്റു dv/dy ഈസ് ഈക്വൽ ടു -e⁻v മൈനസ് v/1 + e⁻v. ഇനി അടുത്ത സ്റ്റെപ്പിൽ നമുക്കിതിനെ വേരിയബിൾ സെപ്പറബിൾ ചെയ്യണം. dv ഇവിടെ ഉള്ളതുകൊണ്ട് v അല്ല ഇപ്പുറത്തോട്ട് കൊണ്ടുവരിക. 1 + e⁻v ഈക്വൽ ടു dy-നെ ന്യൂമറേറ്റർ കൊണ്ടുവരിക. y ഇപ്പുറം വരുമ്പോൾ 1/y. ഇനി ഇത് ശ്രദ്ധിച്ചാൽ അറിയാം ഡിനോമിനേറ്റർ എന്ന് പറയുന്നത് -e⁻v ആണ്. ഇയാളുടെ ഡെറിവേറ്റീവ് എന്ന് എടുത്ത് നോക്കുക. അപ്പോൾ അതിനുള്ളിൽ നമുക്ക് മൈനസിനെ കോമൺ എടുക്കാം. ഡിനോമിനേറ്റർ എന്ന് പറയുന്നത് -e⁻v മൈനസ് ഇങ്ങ് കോമൺ എടുത്ത് കഴിയുമ്പോൾ പിന്നെ ഉള്ളത് e⁻v + v. ഇനി ഇതിൻ്റെ ഡെറിവേറ്റീവ് എന്ന് എടുക്കുമ്പോൾ മൈനസ് ഇവിടെ കിടന്നോട്ടെ. e⁻vൻ്റെ ഡെറിവേറ്റീവ് e⁻v, വിൻ്റെ ഡെറിവേറ്റീവ് 1. ഈ 1 + e⁻v അല്ലേ ന്യൂമറേറ്ററിൽ കിടക്കുന്നത്. അതായത് ഡിനോമിനേറ്ററിൻ്റെ ഡെറിവേറ്റീവാണ് ഇവിടെ കിടക്കുന്നത് ന്യൂമറേറ്ററിൽ. അപ്പോൾ ഇതിന് നമുക്ക് 1 + e⁻v മൈനസ് കോമൺ എടുക്കുമ്പോൾ e⁻v + 1 ഈക്വൽ ടു 1/y dy എന്ന് വരും. അപ്പോൾ ഇൻ്റഗ്രേറ്റിംഗ് ഓൺ ബോത്ത് സൈഡ്. വേരിയബിൾ സെപ്പറബിൾ ആയി കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യുക? ഇൻ്റഗ്രേറ്റിംഗ് ഓൺ ബോത്ത് സൈഡ്. അപ്പോൾ മൈനസ് പുറത്തുണ്ട്. 1 + e⁻v + 1 × dv ഈക്വൽ ടു ഇൻ്റഗ്രൽ 1/y dy. അപ്പോൾ
ഡിനോമിനേറ്ററിൻ്റെ ഡെറിവേറ്റീവാണ് ന്യൂമറേറ്റർ കിടക്കുന്നതെങ്കിൽ ഡയറക്റ്റ് റിസൾട്ട് ലോഗ് ഡിനോമിനേറ്റർ e⁻v+1 = 1/v ലോഗ് വൈ. അപ്പോൾ ലോഗിലാണ് ആൻസർ വരുന്നതെങ്കിൽ നമ്മൾ ഇൻ്റഗ്രേഷൻ കോൺസ്റ്റൻറ്റ് സിയിൽ തന്നെ കൊടുക്കുക, അതായത് ലോഗിൽ തന്നെ കൊടുക്കും, വിച്ച് ഇസ് ഇക്വൽ ടു ലോഗ് സി. സോ ഇയാളെ കൂടെ നമുക്ക് അപ്പുറത്തോട്ട് കൊണ്ടുപോകാം. അപ്പോൾ ലോഗ് വൈ പ്ലസ് ലോഗ് ഓക്കെ ഡിനോമിനേറ്റർ e⁻v+v ആണ്. ഇവിടെ ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ 1 കിട്ടും, സോറി e⁻v+v. അപ്പോൾ ഇവിടെ ഞാൻ 1 ആണ് ഇട്ടത്, അവിടെ v ആക്കിക്കൊള്ളുക. അപ്പോൾ e⁻v+v. ഓക്കെ, അപ്പോൾ ലോഗ് e⁻v+v ഈക്വൽ ടു മൈനസ് ലോഗ് സി എന്ന് വരും. എഗെയിൻ ലോഗ് എ പ്ലസ് ലോഗ് ബി എന്ന് പറയുന്നത് ലോഗ് എ ഇൻറ്റു ബി ഈക്വൽ ടു ഇവിടെ നമുക്ക് ലോഗ് c⁻−1 രണ്ട് സൈഡ് എക്സ്പോണൻഷ്യൽ എടുക്കുമ്പോൾ ലോഗും ലോഗും പോയിട്ട് y ഇൻറ്റു e⁻v+v ഈസ് ഈക്വൽ ടു c⁻−1 എന്ന് കിട്ടും. അപ്പോൾ y ഇൻറ്റു e⁻vക്ക് പകരം നമ്മൾ x ഈസ് ഈക്വൽ ടു vy എന്നാണ് കൊടുത്തത്. അപ്പോൾ vക്ക് പകരം x/y. അപ്പോൾ x/y പ്ലസ് വിക്ക് പകരം x/y ഈക്വൽ ടു സം c ഡാഷ്, വേർ c ഡാഷ് എന്ന് പറയുന്നത് c⁻−1. സോ നമുക്ക് വേണ്ടത് ഇനി നമുക്ക് വൈനെ കൂടെ ഒന്ന് അകത്തോട്ടായിട്ട്, അപ്പോൾ y ഇൻറ്റു e⁻x/y പ്ലസ് y ഇൻറ്റു x/y ഈക്വൽ ടു സം c ഡാഷ്. ഇവിടെ നിന്ന് വൈയും വൈയും ക്യാൻസൽ ചെയ്ത് പോയിട്ട് x പ്ലസ് y ഇൻറ്റു e⁻x/y ഈസ് ഈക്വൽ ടു c ഡാഷ്, വിച്ച് ഇസ് ദ റിക്വയർഡ് സൊല്യൂഷൻ. ഇതാണ് അതിൻ്റെ സൊല്യൂഷൻ.